ഇതൊരു ഫ്യൂൽ പ്രഷർ ടെസ്റ്റിംഗ് ആണ്. റോയൽ എൻഫീൽഡ് EFI മോഡൽ ഫ്യൂൽ ഇഞ്ചക്ടർ മോഡലിൽ BS3 BS4 മോഡലിൽ വരുന്ന ഫ്യൂൽ ഇഞ്ചക്ടർ ടെസ്റ്റാണ് കേട്ടോ. BS6 വേറെയാണ് റേഷ്യോ കാണിക്കുക, ഒരു PSI മാറ്റമുണ്ട്. അപ്പം ഈ ഒരു പ്രഷറാണ്, അതായത് ഈ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ റോയൽ എൻഫീൽഡ് പിന്നെ കമ്പനി ട്രെയിനിങ്ങിലൊക്കെ കാണിക്കാറുള്ളത് ഒരു നിശ്ചിത ml പെട്രോൾ കാണിക്കുക എന്നുള്ളതാണ്. ഇഗ്നിഷൻ ഓൺ ഓഫിൽ എത്ര നിശ്ചിത ml പെട്രോൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം തന്നെ എല്ലാ സമയത്തും സക്സസ് ആവില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഫ്യൂവലിൻ്റെ പ്രഷർ ഓക്കെ ആയിരിക്കും, ചിലപ്പം ഫ്യൂവലിൻ്റെ പമ്പ് ഓക്കെ ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഫ്യൂവലിൻ്റെ മോട്ടർ കറക്റ്റ് പ്രഷർ ചെയ്യുന്നുണ്ടോ നോക്കുക മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഫ്യൂവൽ പമ്പ് അസംബ്ലി കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നോക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. റോയൽ എൻഫീൽഡ് വണ്ടികൾ ഉണ്ടാകുന്ന EFI മോഡലിൽ പഴയ വണ്ടികൾ ഒരുപാട് ആൾക്കാർ കാർബറേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു വിഷയം കൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, കമ്പനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫ്യൂവലിൻ്റെ പ്രഷർ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഫ്യൂവൽ പ്രഷർ എങ്ങനെ ഔട്ട് ആവുന്നുണ്ടോ, അതായത് പിന്നെ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മിസ്സിങ് പ്രോപ്പറായിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൽ കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണെങ്കിൽ ഫ്യൂവൽ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്യൂവലിൻ്റെ പമ്പ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂവൽ പ്രഷർ ഗേജ് വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യണം. 100% അത് മാത്രമേ അത് അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ടെസ്റ്റും തന്നെ സക്സസ് ആവില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു വിഷയം ഓക്കെ ആണ്, നമ്മൾ ബാക്കിയുള്ള റൂട്ടുകളൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയം ഓക്കെ ആണെന്ന് കരുതിയിട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ ആ ഒരു പമ്പിൻ്റെ സെക്ഷൻ റെഡിയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന വർക്ക്ഷോപ്പുകാരാണെങ്കിൽ, വർക്ക്ഷോപ്പ് വെച്ച് നടത്തുന്ന ആളുകളാണെങ്കിൽ ഒരു ഫ്യൂവൽ പ്രഷർ ഗേജ് നിങ്ങൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് വെക്കുക. അതിൻ്റെ BS3 BS4 പ്രഷർ വരുന്ന ഇതാണ്. BS6 മാറ്റം വരുന്നുണ്ട്. അടുത്ത വീഡിയോ ഇവിടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.